ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ. തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഹെൽത്ത് പാർട്ട്ണറായ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിലെ ഡയാലിസിസ് യൂണിറ്റിലേക്ക് ഡയാലിസിസ് ടേബിൾ വാങ്ങുന്നതിന് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സ് സെക്രട്ടേറിയറ്റ് അംഗവും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറിയും തിരൂരിലെ മെജസ്റ്റിക് ജ്വല്ലറി ഉടമയുമായ അഹമ്മദ് പൂവിൽ 1 ലക്ഷം രൂപയുടെ ചെക്ക് കൈമാറി. സൂചിപ്പിച്ചതുപോലെ ഈ രോഗം നിങ്ങൾക്കറിയാം, കിഡ്നി ഇന്ന് വളരെയധികം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ്. വളരെ നമ്മൾ ഈ തിരൂരാണെങ്കിലും നമ്മുടെ നാട്ടിലാണെങ്കിലും വീട്ടിൽ വന്നാലും ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് റെക്കമെൻഡേഷനും ഡയാലിസിസ് ചെയ്യാനും പൈസ ഇല്ലാത്ത സാമ്പത്തിക സഹായത്തിനും അതുപോലെ തന്നെ തൊട്ടടുത്ത ഫ്രീ ആയിട്ട് ചെയ്യുന്ന സെൻറ്ററിൽ കിട്ടുന്നതിനൊക്കെ വേണ്ടി ഒരുപാട് ആളുകളാണ് നമ്മളായിട്ടൊക്കെ ബന്ധപ്പെടുന്നത്. ഈ നിലക്ക് വീണ്ടും ഇപ്പോൾ പ്രൈമറ്റിന് മാത്രമല്ല ഒരുപാട് ആളുകൾക്ക് ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു നല്ല പ്രവർത്തനം എന്ന നിലയിലാണ് ഈ പരിപാടി ഏറ്റെടുക്കാൻ കഴിഞ്ഞത്. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇതിന് എന്നോടൊപ്പം നിന്ന ഇതിന് എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തു തന്ന ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റിനോടും അതോടൊപ്പം എൻ്റെ പ്രിയപ്പെട്ട പ്രസ്ഥാനം ഇതിനെല്ലാം മുൻകൈയെടുത്ത തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിനോടൊക്കെ എല്ലാവിധ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. കഴിഞ്ഞ 1 വർഷത്തോളമായി ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലും തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സും ഒരു പാർട്ട്ണർഷിപ്പിലൂടെ, അതായത് നമ്മൾക്ക് ഇവിടുന്ന് വരുന്ന ചികിത്സയിലേക്കൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടിക്കൊണ്ട് തിരൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ ഒഫീഷ്യൽ ഹെൽത്ത് പാർട്ണർ ആയിക്കൊണ്ടാണ് ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ ഇവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ആ ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റലിൽ ഞങ്ങൾ ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടി സമീപിക്കാറുണ്ട്. ഒരുപാട് ആനുകൂല്യങ്ങൾ ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ അടുത്ത സമയത്ത് ഞങ്ങളുടെ ഒരു വളരെ സജീവ പ്രവർത്തകനായിട്ടുള്ള ഒരു അംഗത്തിന് ഡയാലിസിന് ആവശ്യമായി വരികയും അദ്ദേഹം കുറച്ച് ദൂരെയുള്ള ഒരു സ്ഥലത്ത് ഡയാലിസിസ് ആരംഭിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് യാത്ര പോകാനും മറ്റുമുള്ള പ്രയാസമൊക്കെ കണക്കിലെടുത്ത് ആ വിവരം ഇവിടുത്തെ ബോർഡ് അധികൃതരെ, ബഹുമാനപ്പെട്ട പ്രസിഡന്റ്, ചെയർമാന്, മറ്റു ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ട എല്ലാ ആളുകളെയും സമീപിച്ചപ്പോൾ ഇവിടെ ഒരു ഡയാലിസിസ് മെഷീന് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ട ഡയാലിസിസ് ടേബിളിന്റെ ഒരു അഭാവമുണ്ട്. അത് എങ്ങനെയെങ്കിലും ഒന്ന് കിട്ടിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് അതിന്റെ കാര്യങ്ങളുമായി മുന്നോട്ട് പോകാം എന്നുള്ളൊരു ആശയം പറയുകയും ആ പറഞ്ഞ് ഒരു 10 മിനിറ്റിനകം ഞങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ അത് ചർച്ച ചെയ്തു. ഹോസ്പിറ്റലിന്റെ സെക്രട്ടറി ബഹുമാനപ്പെട്ട അഡ്വക്കേറ്റ് മുസമ്മിൽ ഇങ്ങനെ ഒരു ആവശ്യം പറഞ്ഞപ്പോൾ 10 മിനിറ്റിനകം ഞങ്ങളുടെ ക്യാബിനറ്റ് അംഗവും അതുപോലെ തന്നെ ഞങ്ങളുടെ പരസ്പര സഹായ നിധിയുടെ ട്രഷററും ഗോൾഡ് ആൻഡ് സിൽവർ മർച്ചന്റ് അസോസിയേഷന്റെ സംസ്ഥാന സെക്രട്ടറിയുമായ ശ്രീമാൻ അഹമ്മദ് പൂവിൽ മെജസ്റ്റിക് ജ്വല്ലറി ഉടമ അതിനുവേണ്ട 1 ലക്ഷം രൂപയോളം ആണ് ചെലവ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആ 1 ലക്ഷം രൂപ കൊടുക്കാമെന്ന് നിൽക്കുകയും വളരെ കുറഞ്ഞ മണിക്കൂർ കൊണ്ട് ഇന്നിപ്പോ ദൈവാനുഗ്രഹം കൊണ്ട് നമ്മളിവിടെ അതിന്റെ ഒരു ചടങ്ങിലേക്ക് എത്തി നിൽക്കുകയാണ്. ചടങ്ങിൽ ചേംബർ ഓഫ് കൊമേഴ്സ് പ്രസിഡന്റ് PA ബാവ, ജനറൽ സെക്രട്ടറി സമദ് പ്ലസൻ, ട്രഷറർ PA റഷീദ്, മറ്റു ഭാരവാഹികളായ PP അബ്ദുറഹ്മാൻ, അഹമ്മദ് പൂവിൽ, ഷബീബ്, ഷാഫി, വാസൻ K നായർ, C അബ്ദുള്ള, എക്സിക്യൂട്ടീവ് മെമ്പർമാരായ മൊയ്തു ഷാ, പ്രകാശൻ, മൂസക്കുട്ടി, മുഹമ്മദ്, M മുസ്തഫ, ശിഹാബ് തങ്ങൾ ഹോസ്പിറ്റൽ ചെയർമാൻ കീഴടത്തിൽ ഇബ്രാഹിം ഹാജി, സെക്രട്ടറി അഡ്വക്കേറ്റ് AK മുസമ്മിൽ, മെഡിക്കൽ അഡ്വൈസർ ഡോക്ടർ ഹുസൈൻ പരപ്പിൽ, അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ അബ്ദുൾ റഷീദ്, മാനേജർ KP ഫസലുദ്ദീൻ, പർച്ചേസ് മാനേജർ TE അബ്ദുൽ വഹാബ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ടുഡേ, തിരൂർ. SSLC+2 കഴിഞ്ഞു, ഇനി എന്ത്? നാട്ടുകാർ ചോദിക്കും മുമ്പേ അന്തസ്സായി പറയുന്നേ, ഞാൻ ജിഫ്സയിൽ ജോയിൻ ചെയ്തു. 2 ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പ്രവൃത്തി പരിചയ സമ്പന്നതയോടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ്സ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന സർട്ടിഫിക്കറ്റ് ഇൻ ഫയർ ആൻഡ് സേഫ്റ്റി ആൻഡ് ഇൻഡസ്ട്രിയൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെന്റ് ജിഫ്സ.